ഹേ ഗായ്സ്, വെൽക്കം ടു ആമീസ് ടേസ്റ്റ്. ഞാൻ ഇന്നൊരു കുഞ്ഞ് റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ടോപ്പിക് കാരമൽ പുഡിംഗ്. ഞാനും അമ്മയും പുഡിംഗ് ഒന്നും കഴിച്ചിട്ടില്ല, ഏത് പുഡിങ്ങും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാരമൽ പുഡിംഗ് കുറച്ച് ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. ഞങ്ങളെ ഫസ്റ്റ് പുഡിംഗ് കൂടെയാണ്. ഞങ്ങൾ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ മുന്നത്തെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. സംഭവം ടേസ്റ്റും ചെയ്ത് നന്നായിട്ടുണ്ടോയെന്ന് കൺഫേം ആക്കിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാനും ഈസി ആയിരിക്കും. ഒരു അരമണിക്കൂർ ഉണ്ടാക്കാനൊക്കെ കൂടിയിട്ട് അരമണിക്കൂർ, അത് ചൂടാവാനാവാനൊക്കെ കൂടിയിട്ട് സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് നമ്മൾ പാൻ എടുത്തിട്ട് 3 സ്പൂൺ പഞ്ചസാര ഇട്ട് ഫസ്റ്റ് നമുക്ക് കാരമൽസ് ചെയ്യാം. 3 സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി. ഫസ്റ്റ് ഒന്ന് ഉരുകണ വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ലോ ഫ്ലെയിം ആക്കുക. ഒരു കുറച്ച് തുള്ളിയായിട്ട് കാണുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അതന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ മെയിൻ കാര്യം ഫുൾ ടൈമും ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ആവണ വരെ ഫുള്ളായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. എന്നിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന വരെ, കാരമൽ കളർ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന വരെ ഇളക്കുക. അപ്പോൾ ഇത്തിരി ആയിട്ട് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഫസ്റ്റ് ആവുക. അത് ഒട്ടണ പരുവായിട്ടാണ് കേട്ടോ വീണ്ടും ലിക്വിഡ് ആവുക. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടോതിരിക്കണം. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ്. സ്റ്റാർട്ടിങ് മാത്രമാണ് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ടത്. അത്രയും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആ ഒരു ഗോൾഡൻ കളർ ആവണ വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ 2 പേര് ഇരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അതിനായ ശേഷം ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ, എന്നിട്ട് ഒരു 3 സ്പൂൺ വെള്ളം എടുത്തിട്ട് അതിൽ ഒഴിക്കുക. ഒഴിച്ച ശേഷം അത് കുറച്ച് കട്ടിയാവും. ബട്ട് മെയിൻ കാര്യം നോക്കേണ്ട വന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേണം വെള്ളം ഒഴിക്കാൻ, ഇല്ലെങ്കിൽ അത് കട്ടിയാവും. ഞങ്ങൾക്ക് ചെയ്ത ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്നിട്ട് അതിനൊന്ന് ആ ഒരു ലിക്വിഡ് ടൈപ്പ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിൽ, നമ്മുടെ ലഞ്ച് ബോക്സ് ആയാലും കുഴപ്പമില്ല, സ്റ്റീൽ ആവാനാണെന്ന് അന്ന് നോക്കണേ. അവിടെ നെയ്യ് ഇല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യണതായിരിക്കും ബെറ്റർ. ആ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് അതിൽ കാരമൽ ഒഴിക്കുക. ഇതിപ്പോൾ കാരമൽ പുഡിങ്ങിൻ്റെ അടിഭാഗത്ത് കാരമലായിട്ട് വരണ ഒരിതാണ് കേട്ടോ. അതുകൊണ്ടാണ് അടിയിൽ കാരമൽ ഒഴിച്ചത്. എന്നിട്ട് ഞാനൊരു 1/2 ലിറ്റർ പാല് മിൽമട എടുത്തത്, 1/2 ലിറ്റർ പാക്കറ്റ് പാലെടുത്തു, ഒഴിച്ചു. ഓക്കെ, 1/2 ലിറ്റർ പാല് ഒഴിച്ച ശേഷം ഒന്ന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് 1 സ്പൂണ് നെയ്യ്, ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യണം കേട്ടോ. ഇതിലും 1 സ്പൂണ് നെയ്യും, അത് നന്നായിട്ട് കുറച്ച് ഇളക്കുക. പിന്നെ 6 സ്പൂൺ പഞ്ചസാര ഇതിൽ വേണം. ടോട്ടൽ ഒരു 9 സ്പൂൺ പഞ്ചസാര നമ്മുടെ കയ്യിലുണ്ടാവണം കേട്ടോ. ഇതിൽ 6 സ്പൂൺ പഞ്ചസാര ഇടുക. മീഡിയം ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 സ്പൂണൊക്കെ മതി. എന്നിട്ട് 3 സ്പൂൺ റവയും വേണം കേട്ടോ, അതിൽ തന്നെ ഒഴിക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിൽ 2 മുട്ട, എഗ് വൈറ്റും യോക്കും വേണം കേട്ടോ. എഗ് വൈറ്റ് മാത്രമല്ല, 2ഉം വേണം. അതിൽ നന്നായിട്ട് ഇളക്കിയിട്ട് ഏലക്ക പൊടി ഇല്ലെങ്കിൽ വാനില എസൻസ് ആയാലും മതി. ഞങ്ങളിപ്പോൾ ഏലക്ക പൊടിയാണ് കേട്ടോ എടുത്തത്. ഏലക്ക പൊടി ഇട്ട് നന്നായിട്ട് തന്നെ ഇളക്കുക. ഒന്നില്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ച പാലിൽ ഒഴിക്കുക. ഇല്ലെങ്കിലോ വലിയ പാത്രത്തിലാണ് നമ്മൾ മുട്ട ഇതാക്കുകയാണെങ്കിൽ ഇത്തിരി എടുത്തിട്ട് ഒഴിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ റവയൊക്കെ ഇട്ട ശേഷം പാലിൻ്റെ ഒരു വരിക. ആ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ചെയ്ത ശേഷം ഇത്തിരി ആയിട്ട് മുട്ട എടുത്തിട്ട് അതിൽ ഒഴിക്കുമ്പോൾ തന്നെ കറക്റ്റാവും. അവസാനം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ വന്നിട്ട് ഈ കാരമൽ വെച്ചില്ലേ അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പുഡിങ് ഹാഫ് റെഡിയായി. അതിന് ശേഷമാണ് പണിയുള്ളത്. നമ്മുടെ പാത്രത്തിൽ ഒന്നില്ലെങ്കിൽ ബട്ടർ പേപ്പർ വെക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം കൊണ്ട് അടച്ച് വെക്കുക. അടച്ച ശേഷം ഇഡ്ഡലി തവിയിൽ വെച്ചാൽ മതി. അതൊരു അരമണിക്കൂറോളം വേണം. 25 മിനിറ്റ്സ് ടു 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ വെക്കുക. ഞങ്ങൾ അരമണിക്കൂറോളം 25 മിനിറ്റോളം വെച്ചു കേട്ടോ. എന്നിട്ട് എടുത്ത ശേഷം കത്തി കൊണ്ട് അരികൊക്കെ കട്ട് ചെയ്തെടുക്കുക. അത് കമത്തുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അറ്റത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടുക. അപ്പോൾ കറക്റ്റായിട്ട് വരും. എന്നിട്ട് കമത്തിയ കാരമൽ പുഡിംഗ് ഓക്കെ ആവും. ഇല്ലെങ്കിൽ അതിന് മുന്നേ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ കറക്റ്റ് കട്ടിയായിട്ട് വരും. ഇല്ലെങ്കിൽ ഈ ചൂടോടെ എടുത്തതുകൊണ്ട് സംഭവം കുറച്ച് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.